കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ നമ്മുടെ സ്വന്തം ബോച്ചെ ഹണി റോസിനെ പച്ചയ്ക്ക് അപമാനിച്ചു വിട്ടത്. ഒരു മാറ്റവും ഇല്ല. ഹണി റോസിനെ പറ്റി അണ്ണൻ 2 വാക്ക് പൊക്കി പറഞ്ഞതാ. നമുക്ക് ആ പൊക്കി പറഞ്ഞിൽ ആദ്യം ഒന്ന് കേട്ടു നോക്കാം. മുമ്പ് ഒരു കഥാപാത്രമുണ്ട്. ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവര് കുന്തി ദേവിയുടെ റോളാണ്. ഇപ്പൊ എന്താ പറഞ്ഞു? അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ ഹണി റോസിനെയാണ് ഓർമ്മ വരുന്നത്. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഏയ് അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഹണി റോസിനെ കാണുമ്പോൾ നമ്മുടെ ബോച്ചയ്ക്ക് കുന്തി ദേവിയാണ് ഗൈസ് ഓർമ്മ വരും. വേറെ ഒരു ദേവിമാരെ അണ്ണന് കിട്ടിയില്ല, കുന്തി ദേവിയെ തന്നെ കിട്ടിയുള്ളൂ. എന്തിന്റെ സുഖേടാ? വയസ്സ് 70 കഴിഞ്ഞു, പലയിടത്തും അടങ്ങി ഒതുങ്ങിയിരിക്കാതെ ഇപ്പോഴും അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കേണ്ട പെണ്ണുങ്ങൾ ഓരോരോ വേഷം കെട്ടലുമായിട്ട് അഴിഞ്ഞാടി നടക്കുന്നതുകൊണ്ടല്ലേ. ഹണി റോസ് ഇവിടെയാണ്, നിങ്ങൾ എന്തിനാ അവിടെ ഇരുന്നിട്ടുള്ളത്? ചളിയാടോ ചളിവാരിയൊക്കെ തെറിപ്പിക്കുവോ, പൊത്തുവോ ചളിവാരി? ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. അയക്കെന്തറ പ്രാന്താണ്. എന്താന്ന് വെച്ചാല് ഇവിടെ നിൽക്കുമ്പോ മാലയുടെ ഫ്രണ്ട് മാത്രമേ കാണൂ, ഫ്രണ്ടിന്റെയും ബാക്കിന്റെയും ഭംഗി കാണും. നിന്റെ ചാട്ടം എങ്ങോട്ടാണ് നീ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. എല്ലാ സ്കൂളിലും ഒരു ടീച്ചറും എല്ലാ ഏരിയയിലും ഇതുപോലൊരു ചേച്ചി ഉണ്ടാവും. അതൊരു പ്രകൃതി നിയമം. കർത്താവേ, ഇവനെയൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ എന്ത് മര്യാദക്കാരനാ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. നമസ്കാരം കേട്ടോ.